സർക്കാരിനെതിരെ, കേരള സർക്കാരിനെതിരെ ലേറ്റസ്റ്റ് പുതിയ ഒരു അഴിമതി ആരോപണവുമായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വന്നിട്ടുള്ളത്. ഒരു ബ്രൂവറിക്ക് മന്ത്രിസഭ അനുമതി കൊടുത്തു. വർഷങ്ങളായിട്ട് ഇവിടെ കേരളത്തിലെ ബ്രൂവറിക്കോ ഒന്നും അനുമതി കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഡൽഹിയിലെ അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനിക്ക് അത് കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം ഈ പാലക്കാട് ഏരിയയിൽ കഴിഞ്ഞ പ്രാവശ്യം പണ്ട് മറ്റേ കൊക്കക്കോള വന്നു കൂടെ ജല ദൗർലഭ്യമൊക്കെ വന്ന് പ്ലാച്ചിമട. അപ്പം അതേപോലെ തന്നെ ഇവിടെ ദിവസം 5 ലക്ഷം ലിറ്ററോളം വെള്ളം ഊറ്റാൻ വേണ്ടി ഒരു പുതിയൊരു കമ്പനിക്ക് കേരള സർക്കാർ അനുമതി കൊടുത്തു. അതുവഴി നികുതികൾ മേടിച്ചു കൂട്ടാം എന്നാണ് സർക്കാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാരണം സർക്കാരിന് ഇത് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ മന്ത്രിസഭ തുടങ്ങിയതിന് ശേഷമാണ് 2 എക്സൈസിൽ 2 ഉന്നത ഉദ്യോഗസ്ഥരെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലോട്ട് അയച്ചിട്ട് ഇതിനെപ്പറ്റി വലിയ സ്റ്റഡി നടത്തി റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കിയാന്ന് തോന്നുന്നു ഈ ബ്രൂവറി. ഇനി ഇത് ഒന്നാണ്, ഇനിയും സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് ഇനിയും വരാൻ. MP രാജേഷ് മന്ത്രിക്കെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത്. അഴിമതി ഒരു CPM, അതും SFI, DYFI ഇങ്ങനെ ഉയർന്നു വന്ന ഒരു സഖാവാണ്. MP ആയിരുന്നു, നമ്മുടെ നിയമസഭാ സ്പീക്കറായിരുന്നു, ഇപ്പോൾ മന്ത്രിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മന്ത്രിക്കെതിരെയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്കെതിരെയാണ് ഒരു അഴിമതി ആരോപണം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുത്തരിയല്ല. നമ്മുടെ കമന്റ് ബോക്സിൽ അത് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ പറയും. അഴിമതി ഇതൊരു വെറും അഴിമതിയല്ല. അഴിമതി എന്ന് പറഞ്ഞാൽ മദ്യം എന്താ പറയുക, നമ്മളെ തുറക്കുന്നത് ബാറുകളല്ല, മദ്യവർജനം എന്നൊക്കെ പറഞ്ഞ് അതെ എന്ന് പറഞ്ഞ് വന്ന അധികാരത്തിൽ വന്ന ഒരു സർക്കാർ. അവര് മദ്യം തുറക്കുന്നു, വീണ്ടും മദ്യശാലകൾ തുറക്കുന്നു, ബാറുകൾ തമ്മിലുള്ള അകലം കുറയ്ക്കുന്നു എന്ന് വേണ്ട ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം കൂട്ടി. ഇപ്പൊ ഇനി മദ്യം കിട്ടാതെ ഒരു മനുഷ്യനും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നൊരു വിചാരത്തിൽ കേരളത്തിൽ തന്നെ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. എന്തായാലും അതൊരു അഴിമതി ഇല്ല എന്ന് ഏതായാലും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ സഖാക്കൊക്കെ പറയാം ഇവിടെ വരുന്നൊരു വികസനം തടയാൻ ശ്രമിക്കുന്നു പ്രതിപക്ഷം എന്ന്. പക്ഷേ ഇങ്ങനത്തെ വികസനം, ജനങ്ങളെ കുടിവെള്ളം ഇല്ലാതാക്കിക്കൊണ്ടുള്ള വികസനം ജനങ്ങൾക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മാലിന്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിലും ഈ സെയിം കമ്പനിക്കെതിരെ കേസുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെ. അപ്പോൾ വെള്ളം പോലെ തന്നെയാണ് മാലിന്യം. നമ്മുടെ കേരളത്തിൽ ഇത്ര ബുദ്ധിയുള്ള മനുഷ്യരാണെങ്കിൽ പോലും മാലിന്യത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ്. ഏത് മാലിന്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ. അതെ അതെ. അപ്പോൾ ഇതിനിടയിലേക്കാണ് നമുക്കറിയാം മാലിന്യം തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ടതിന് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ വരെ ചീത്ത വിളിച്ചൊരവസ്ഥ ഉണ്ട് കേരളത്തിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്. ആ ഒരു അവസ്ഥയിലോട്ടാണ് ഒരു കമ്പനി വരുന്നത്. ഇത് എത്രത്തോളം കേരളത്തിന്റെ വികസനമാണോ അതോ കേരളത്തിലെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയാണോ, അതോ ആൾക്കാരെ കുടിപ്പിച്ച് ഇനിയും കൂടുതൽ ക്രൈം ഉണ്ടാക്കുന്ന അവസ്ഥയാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇനി കാത്തിരുന്ന് കാണും. ഇപ്പോൾ സർക്കാരിനെതിരെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ആഴ്ചയിൽ ദിനം പ്രതി വരുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പുതിയ ആരോപണമാണ്, അതും പ്രതിപക്ഷ നേതാവ് ഉയർത്തിവിട്ട ഒരു ആരോപണമാണ്. ഈ ആരോപണത്തിൻ്റെയൊക്കെ ഒരു അടുത്ത സെക്ഷൻ എന്തായിരിക്കും? ഇതൊരു വലിയ വിവാദമായി മാറും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കാരണം ഈ അഴിമതി ആരോപണം ഒക്കെ ഒരു സ്വാഭാവികമായിട്ട് തന്നെ കാണും. പ്രതിപക്ഷ നേതാവ് ഇറക്കി വിട്ടു. എന്നിട്ട് ഇതിന്റെ ബാക്കിയായിട്ട് ഒരു കോൺഗ്രസ് നേതാവ് പോലും കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം രമേശ് ചെന്നിത്തല ഒരുപാട് ആരോപണങ്ങൾ ഇലക്ഷൻ സമയത്ത് പോലും കൊണ്ടുവന്നിട്ട് അതൊന്നും ആരും ടേക്കപ്പ് ചെയ്തിട്ടില്ല. ഇതും അതുപോലെ അതെ, ബി ജെ പിക്ക് പിന്നെ താല്പര്യം ഉണ്ടാവില്ല ഇങ്ങനത്തെ പല കാര്യങ്ങളിലും. അത് പക്ഷേ കോൺഗ്രസിലെ തന്നെ അതിന്റെ ഘടകകക്ഷികളോ മുസ്ലിം ലീഗ് അടക്കമുള്ളവരോ ഒന്നും തന്നെ ഈ ഒരു ആരോപണത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതിങ്ങനെ ഒരു ആരോപണം വരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു കമ്പനി, കേരളത്തിലൊരു മദ്യം നിർമ്മിക്കാൻ വേണ്ടി ഒരു കമ്പനി വരുമ്പോൾ അവർ എത്രത്തോളം സർക്കാരിന് ഫേവറുകൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മന്ത്രിമാർക്ക് എത്രത്തോളം ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതും പാലക്കാട് പോലത്തെ ഒരു സ്ഥലത്ത്. അല്ലെങ്കിൽ വല്ല കേരളത്തിലെ വല്ല പുഴയുടെ സൈഡിൽ കടലിലോട്ട് ഒഴുകി പോകുന്ന വെള്ളം ശുദ്ധീകരിച്ച് അവരെടുത്ത് അത് മദ്യമാക്കി ഇറക്കുമ്പം ഇത്ര വലിയ ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ ഈ ഭൂഗർഭജലം എടുത്തിട്ടാണ് മദ്യം ഉൽപ്പാദിപ്പിച്ച് ആൾക്കാരെ കുടിപ്പിച്ച് കിടത്തുന്നു. അവർക്ക് അവിടെ ഉള്ള നാട്ടിൽ വെള്ളം ഇല്ലാതാവുന്നു. ഈ പറയുന്ന മാലിന്യ പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഇതിന്റെ ബലം തീർച്ചയായിട്ടും ഇവിടുത്തെ മന്ത്രിമാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ അഴിമതി ആരോപണം തീർച്ചയായിട്ടും സത്യമായിരിക്കും. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കാത്ത ഇഷ്യൂ ആയതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ എല്ലാം പോലെ ഇതും തള്ളിക്കളയാനാണ് സാധ്യത. മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.